ഇനിയൊരു തിരിച്ചുവരവുണ്ടാവില്ലെന്ന് പറഞ്ഞ് 2 തവണയാണ് യാത്ര പറഞ്ഞത്. ജീവിതത്തിന്റെ 3 വർഷത്തോളം മാത്രം. എന്നാൽ ഒരൊത്തിരി മാറ്റങ്ങൾക്ക് കാരണമായൊരു നാട്. ലാൻഡിങ്ങിനായി ഭൂമിയോടടുത്തോണ്ടിരിക്കുമ്പോഴും ഞാൻ എന്റെ ഹള്ളിയും പോയിട്ടുള്ള വഴികളും കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഇനി ആ കാണുന്ന വെള്ളക്കെട്ടാവോ നമ്മുടെ ഉസ്മാൻ അള്ളിയിലെ ആ പുഴ പോലെ ഇരിക്കണ കുളം? മേളീന്ന് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊരുമാതിരി തലയും വാലും ഇല്ലാത്ത ഭൂപടം പോലെ. സോഷ്യൽ എന്ന് എഴുതി കാണിച്ചാൽ തന്നെ ആങ്സൈറ്റി ആയിരുന്ന ഞാൻ 2020 തുടക്കത്തിലാണ് ബാംഗ്ലൂരിൽ എത്തുന്നത്. പോയപാടെ ഏതേലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി വാങ്ങാമെന്നുള്ള കോൺഫിഡൻസിന്റെ പുറത്ത് അല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന്റെ പുറത്തും നാടുവിട്ടാലേ എന്തേലും മാറ്റം ഉണ്ടാവൂ എന്ന തോന്നലിന്റെ പുറത്തൊക്കെയാണ് ഇങ്ങോട്ട് വെച്ച് പിടിക്കുന്നത്. ആ സമ്മർദ്ദം ഒരു വളമായി, അല്ലെങ്കിൽ ആ തോന്നല് ശരിയായിരുന്നു എന്ന് അന്ന് മനസ്സിലാവാതെ പോയത് കൊറോണ കാരണം ആദ്യമായി അനുഭവിച്ച ലോക്ക്ഡൗൺ അവസരങ്ങളിലുണ്ടാക്കിയ ഡിലേ കാരണമാവാം. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ നാടും ആ കാലയളവും എന്നിലുണ്ടാക്കിയ മാറ്റം നത്തിങ് ടു സംതിങ്ങിന്റെ തുടക്കമായിരുന്നിരിക്കും. ഫ്ലൈറ്റ് ബേയിൽ കയറിക്കഴിഞ്ഞ ശേഷം വിൻഡോയിൽ കൂടെ ഈ കഷ്ടപ്പെട്ട് സൂം ചെയ്യാൻ നോക്കുന്നത് വേറൊന്നുമല്ല. ദേ ആ കാണുന്ന ബിൽഡിംഗാണ് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത എന്റെ കമ്പനി. എയർ കാർഗോ കോംപ്ലക്സ് ആയതുകൊണ്ട് എനിക്കന്ന് എയർ സൈഡിലേക്ക് ആക്സസ് ഇല്ലായിരുന്നു. എന്നാലും കാർഗോ റിലീസ് ചെയ്യാൻ നേരം ഗേറ്റ് തുറക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ കൗതുകത്തോടെ ഞാൻ ഇങ്ങോട്ട് നോക്കിയിരിക്കും. മാക്സിമം 1-2 മിനിറ്റ്. അത്ര മാത്രമേ ആ കാഴ്ചയ്ക്ക് ദൈർഘ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ ഈ വിൻഡോയിൽ കൂടെ അങ്ങോട്ട് നോക്കുമ്പോൾ ഇറ്റ് ഫീൽസ് ഡിഫറെന്റ്. 2023 ഒക്ടോബറിലാണ് ഞാൻ ഇവിടുന്ന് എന്റെ നോട്ടീസ് പീരീഡ് തീർത്ത് തിരിച്ചിറങ്ങുന്നത്. അതായിരുന്നു ഈ സിറ്റിയോടുള്ള രണ്ടാമത്തെ എന്റെ യാത്ര പറച്ചിൽ. പക്ഷെ 5 മാസത്തിന് ശേഷം ഞാൻ ഇവിടെ വീണ്ടും വന്നു. കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള എന്റെ ജോയിനിങ്ങിന് മുന്നോടിയായി ഉണ്ടായിരുന്ന 15 ദിവസത്തെ ട്രെയിനിങ് ഇവിടെ വച്ചായിരുന്നു. യൂഷ്വലി ഞങ്ങൾ കാർഗോയിലേക്ക് പൊക്കോണ്ടിരുന്ന റോഡിലൂടെയല്ല ക്യാബുകാരൻ എന്നെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകൾക്കും ഒരു ന്യൂലി ഫീൽ. എന്നിരുന്നാലും ആ വഴിയും കാഴ്ചയും കുറച്ചധികം മിസ് ചെയ്യുന്നത് പോലെ. അങ്ങനെ ഫൈനലി ഞാൻ റൂമെത്തി. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു റൂം ഒറ്റയ്ക്ക് കിട്ടുന്നത്. ഇനി എന്തായാലും ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ടാവാം ബാക്കി പരിപാടി.